ഇറാനിയൻ എണ്ണ വ്യാപാരത്തെ ലക്ഷ്യമിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ നാവിക ഉപരോധത്തെ വകവയ്ക്കാതെ ചൈനീസ് കപ്പൽ. അമേരിക്കൻ ഉപരോധമുള്ള റിച്ച് സ്റ്റാറി എന്ന ചൈനീസ് ബന്ധമുള്ള കപ്പൽ ഹോർമുസ് കടലിടുക്ക് കടന്നുപോയതായി ഷിപ്പിംഗ് ഡാറ്റ കാണിക്കുന്നു. വിവരങ്ങളുമായി ധന്യ വിശ്വമാണ് ചേരുന്നത്. ധന്യ, അമേരിക്കയുടെ ഉപരോധത്തെ വകവയ്ക്കാതെ ഒരു ചൈനീസ് കപ്പൽ അല്ലേ? ഏതായാലും ഈ ഒരു ഉപരോധം അത് തന്നെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി ചർച്ചകളിലേക്ക് ഇറാനെ കൊണ്ടുവരാൻ ആയിരുന്നല്ലോ. അപ്പോൾ അതിനെ മറികടന്ന് ചൈനീസ് കപ്പൽ പോകുന്നു എന്നതിന്റെ അർത്ഥം എന്താണ്? ലക്ഷ്മി ഉമ്മ, അത് തീർച്ചയായിട്ടും വെല്ലുവിളി തന്നെയായി കാണണം. ചൈനീസ് കപ്പൽ അങ്ങനെ കടന്നുപോയത് വെല്ലുവിളിച്ചുകൊണ്ടാണ് എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. ട്രംപിന്റെ ഉപരോധത്തെ, നാവിക ഉപരോധത്തെ മറികടന്നുകൊണ്ടാണ്, ഇല്ലെങ്കിൽ അതിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് കഴിഞ്ഞ മണിക്കൂറിൽ ഇത്തരത്തിൽ ചൈനയുമായി ബന്ധമുള്ളൊരു US നിരോധനമുള്ളൊരു ടാങ്കർ ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോയത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇറാനിയൻ എണ്ണ വ്യാപാരത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ നാവിക ഉപരോധത്തെ വകവയ്ക്കുന്നില്ല റിച്ച് സ്റ്റാറി എന്ന ഒരു സന്ദേശം കൂടിയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം എന്തായിരിക്കും, ഏത് രീതിയിലായിരിക്കും മറ്റു കപ്പലുകൾ, മറ്റു രാജ്യങ്ങൾ അതിൽ ഇടപെടലുകൾ നടത്തുക എന്നുള്ളത് കൂടി കണ്ടറിയേണ്ടതുണ്ട്. ഇപ്പോൾ ചൈനീസ് ബന്ധമുള്ള കപ്പൽ കാണിച്ചതുപോലെ അങ്ങനെ അതിക്രമിച്ചു പോവുക, ഇല്ലെങ്കിൽ ട്രംപിന്റെ ഭാഷയിൽ അത് അതിക്രമമാണ്, പക്ഷേ അങ്ങനെ വെല്ലുവിളിച്ചു പോവുക എന്നുള്ളത് നിസ്സാര കാര്യമല്ല. അത് മറ്റൊന്നിന്റെ സൂചനയായി കൂടി വേണം ഈ സമയത്ത് വിലയിരുത്താൻ. എന്തായാലും അതിൽ വലിയ സുരക്ഷാ പ്രശ്നങ്ങൾ കൂടി ഉണ്ടല്ലോ. ഇത്തരത്തിൽ ഉപരോധം നിലനിൽക്കുന്ന സ്ഥലത്തുകൂടി ഒരു കപ്പൽ വെല്ലുവിളിച്ചുകൊണ്ട് റിച്ച് സ്റ്റാറി പോയി. അതുപോലെ എത്ര രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് പോകാൻ കഴിയും എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണല്ലോ. വലിയ സുരക്ഷാ പ്രശ്നം, ജീവന് തന്നെ ഭീഷണിയായിട്ടുള്ള ഒരു ഘട്ടമാണല്ലോ അത്. അതിനെ മറികടക്കുവാൻ, ഈ ഉപരോധം, ഹോർമുസ് ഉപരോധം മറികടക്കുവാൻ ലോകരാജ്യങ്ങൾ എന്തൊക്കെ ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്? ലക്ഷ്മി ഉത്മ, അത്തരത്തിലുള്ള ശ്രമങ്ങൾ എല്ലാ രീതിയിലും നടക്കുന്നുണ്ട്, ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ എവിടെയും ഒന്നും എത്തുന്നില്ല എന്നുള്ളതാണ്. പിന്നെ റിസ്റ്റാറിയുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, 2023 ഫുൾ സ്റ്റാർ എന്ന പേരിൽ ഒരു കപ്പൽ ഇതുപോലെ നാവിക ഉപരോധം മറികടന്നു പോയിരുന്നു. അന്ന് അമേരിക്കയെ സംബന്ധിച്ച് കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് ചെയ്തത്. അതൊരു സാങ്കേതിക കാര്യം മാത്രമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ ഇത് അതിൽ ഒതുങ്ങുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. ആ രീതിയിൽ ആക്രമണം നടത്തുകയാണെങ്കിൽ റിസ്റ്റാറിയുടെ കാര്യം എന്താകും എന്നുള്ളതും വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നുണ്ട്. അന്നത്തെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തൽ പോലെ ആയിരിക്കില്ല അമേരിക്ക പ്രതികരിക്കുക എന്നതുണ്ട്. ട്രംപ് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ, ഇല്ലെങ്കിൽ ട്രംപിന്റെ നിർദ്ദേശം, ഉപരോധം അത് മറികടന്നു പോയിരിക്കുന്നു. അതിനെ ചൈനീസ് ബന്ധമുള്ള കപ്പൽ വെല്ലുവിളിച്ചിരിക്കുന്നു എന്നത് ഒരു ചെറിയ കാര്യമായി, നിസ്സാര കാര്യമായി കാണാൻ ഈ ഘട്ടത്തിൽ സാധിക്കില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, ഒരു മീഡിയം റേഞ്ച് ടാങ്കറാണ് ഈ കടന്നുപോയിരിക്കുന്ന റിസ്റ്റാറി. ടെഹ്റാനെ ഊർജ്ജോപരോധം ഒഴിവാക്കാൻ സഹായിച്ചതിനാണ് 23 അതിനെ വാഷിംഗ്ടണിൽ കരിമ്പട്ടികയിൽപ്പെടുത്തിയിരുന്നത്. നിലവിൽ ഇറാൻ US വിഷയം സങ്കീർണമായ ഒരു ഘട്ടത്തിൽ ഈ ഹോർമുസ് ഗതാഗതത്തിന് മുമ്പ് റിസ്റ്റാറി ഇറാൻ തുറമുഖങ്ങൾ സന്ദർശിച്ചോ അതോ ചരക്ക് കൊണ്ടുപോവുകയാണോ എന്ന കാര്യങ്ങളൊന്നും വ്യക്തമല്ല. അതിൽ കൂടി ഒരു വ്യക്തത വരേണ്ടതുണ്ട്. കാരണം എന്തിനാണ് റിസ്റ്റാറി എത്തിയത്? വ്യാപാരം നടത്താൻ വേണ്ടി തന്നെയാണോ, മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾ ഇറാന് വേണ്ടി ചെയ്യാൻ വേണ്ടിയാണോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും ട്രംപ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിച്ചതിന്, വിലയിരുത്തിയതിന് ശേഷമായിരിക്കും ഒരാക്രമണമോ ഇല്ലെങ്കിൽ റിസ്റ്റാറിയെ സംബന്ധിച്ച്, അതിനുള്ളിലുള്ള ആളുകളെ സംബന്ധിച്ച് വലിയ റിസ്ക് ആണ് എടുത്തിരിക്കുന്നത്. പക്ഷേ അത് ലോകരാജ്യങ്ങളിലേക്ക് പടരും. സ്വാഭാവികമായിട്ടും അത് വലിയ ചർച്ചയാവും. അങ്ങനെ ഒരു ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ ചൈന വെറുതെ ഇരിക്കില്ല. അങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ലോകം. അതേപോലെ ധന്യ, ഹോർമുസ് വഴിയുള്ള കപ്പൽ നീക്കങ്ങൾ ഏതാണ്ട് ഇപ്പോൾ റിച്ച് സ്റ്റാറി ഇങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ട് പോയി എങ്കിലും കപ്പൽ നീക്കങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും തന്നെ നിലച്ചിരിക്കുക തന്നെയല്ലേ? അത് ഉറപ്പായും അന്താരാഷ്ട്ര എണ്ണ വിപണിയെയും ബാധിച്ചിരിക്കുക തന്നെയല്ലേ? $100 മുകളിലേക്ക് എത്തി എന്നുള്ളതാണ് പുറത്തേക്ക് നേരത്തെ വന്ന വിവരങ്ങൾ. ബ്രന്റ് ക്രൂഡ് വില വീപ്പയ്ക്ക് $102.30 എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു. അതിലും കൂടുതൽ എണ്ണവില ഉയർന്നിട്ടുണ്ടോ ഇപ്പോൾ? എണ്ണവിലയിൽ വലിയ മാറ്റം സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇപ്പം റിസ്റ്റാറിയുടെ കാര്യം പറഞ്ഞതുപോലെ മറ്റൊരു കപ്പൽ കൂടി, റിസ്റ്റാറി കൂടാതെ എൽപിസ് എന്നൊരു മറ്റൊരു കപ്പൽ ഹോർമുസ് കടലിടുക്കിലൂടെ ഇതേ സമയം തന്നെ നീങ്ങിയതായി പറയപ്പെടുന്നുണ്ട്. ഈ ചാക് കെമിക്കൽ SA ഉടമസ്ഥതയിലുള്ളതാണ് ഈ കപ്പൽ എന്നും അറിയുന്നു. ഒരു ഇറാനിയൻ തുറമുഖത്ത് ഇത് അടുത്തിരുന്നു എന്നൊക്കെയുണ്ട്. അപ്പോൾ എന്താണ് ഇറാനുമായി കണക്ട് ചെയ്തിട്ട് നടക്കുന്നത് എന്നുള്ളതിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തിനാണ് ഈ ഇറാനിയൻ തീരങ്ങളിൽ ഇത് അടുപ്പിച്ചത് എന്നത് അറിയേണ്ടതുണ്ട്. ധന്യ, നേരത്തെ ട്രംപ് പറഞ്ഞിരുന്ന ഭീഷണി, ഹോർമുസിലേക്ക് കടക്കാൻ ശ്രമിച്ചാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകും, US നാവികസേന കപ്പലുകൾക്ക് നേരെ വന്നാൽ ഇറാന്റെ കപ്പലുകളെ തകർക്കുമെന്നതടക്കമുള്ള ഭീഷണികൾ മുഴക്കിയിട്ടുണ്ട്. അപ്പോൾ വലിയ റിസ്ക് തന്നെയാണ് ഈ റിച്ച് സ്റ്റാർ ഏറ്റെടുത്തിരിക്കുന്നത് അല്ലേ ഇപ്പോ?
അതെ ലക്ഷ്മി, അതാണ് റിസ്ക് ആണ്. പക്ഷെ അത് ഇറാന് വേണ്ടിയാണോ എന്നുള്ള കാര്യത്തിൽ തീരുമാനം ഇല്ലെങ്കിൽ ഒരു നിഗമനത്തിലേക്ക് എത്താത്തിടത്തോളം ആ കാര്യത്തിൽ ഒരു ആക്രമണമോ ഇല്ലെങ്കിൽ ചൈനയുടെ കപ്പലിനെ നേരിട്ട് ആക്രമിച്ചു കളയാം, ചൈനയുമായി ബന്ധമുള്ള ഒരു കപ്പലിനെ ആ രീതിയിൽ ആക്രമിച്ചു കളയാമെന്നൊന്നും ട്രംപിന് ഈ ഘട്ടത്തിൽ ചിന്തിക്കാൻ സാധിക്കില്ല. കാരണം മറ്റൊരു വശത്ത് വലിയ സമ്മർദ്ദമുണ്ട്. ട്രംപിനെ സംബന്ധിച്ച് ലോകം മുഴുവൻ എതിർത്ത് നിൽക്കുന്ന, ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ പോപ്പിന്റെ പ്രതികരണം ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ അമേരിക്ക പോലും എതിർത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കുമെന്നതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സമാധാന ചർച്ചകൾ സംബന്ധിച്ച് സമാധാനകാംക്ഷികളായ ആളുകൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ഇനി എന്നാണ് സമാധാന ചർച്ച, എന്തായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്നത് തന്നെയാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇവിടെ ചായക്കടകളെ പോലും ബാധിക്കുന്ന വിധത്തിലേക്ക് യുദ്ധം മാറിയ സാഹചര്യത്തിൽ സമാധാന ചർച്ചകളുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് എന്താണ്? അതായത് ഇപ്പൊ ഈ ആഴ്ച എല്ലാ രീതിയിലും നിർണായകമാണ് എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ ചർച്ചകളെല്ലാം പരാജയപ്പെടുന്നു. അതിനപ്പുറത്തേക്ക് ഇവർ പറയുന്ന ആവശ്യങ്ങളൊന്നും അമേരിക്ക അംഗീകരിക്കുന്നില്ല. ട്രംപിന്റെ കടുംപിടുത്തത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിൽ വലിയ ബുദ്ധിമുട്ടുകൾ എല്ലാവരും രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇപ്പോഴത്തെ നീക്കങ്ങൾ അത് നാശം മാത്രമാണ് വിതയ്ക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു സമാധാനം എന്നതിലേക്ക് ഒരു ചർച്ചയ്ക്ക് പോലും കടക്കാൻ സാധിക്കുന്നില്ല എന്ന രീതിയിൽ അതിനെ വിലയിരുത്തപ്പെടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ട്രംപിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ചർച്ചകളിൽ നിന്ന് കുറച്ചുകൂടി മാറി, അതാണ് ഈ ആഴ്ച നിർണായകമെന്ന് പറയുന്നത്. വരും ദിവസങ്ങളിലൊക്കെ ചർച്ചകൾ നടക്കാനിരിക്കുന്നുണ്ട്. പശ്ചിമേഷ്യയുടെ കാര്യത്തിൽ ഗൾഫ് രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങളെല്ലാം വലിയ സമ്മർദ്ദത്തിലാണ്, ഇല്ലെങ്കിൽ സമ്മർദ്ദം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ലോകം ഇളകി നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടി ട്രംപിനെ സംബന്ധിച്ച് ഒരയവ് ഇക്കാര്യത്തിൽ വരുത്താതെ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം മാത്രമാണ് ഏറ്റവും ഭീഷണിയായി നിൽക്കുന്നത്. അത് ലോകരാജ്യങ്ങളുടെ എല്ലാ രീതിയിലുമുള്ള സാമ്പത്തികമായിട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെല്ലാം മാറ്റം വരുത്തിയിട്ടുണ്ട്. അത് വലിയ തിരിച്ചടിയാണ്, ട്രംപിനെ സംബന്ധിച്ച് കൂടി തിരിച്ചടിയാണ്. അപ്പം സ്വാഭാവികമായിട്ടും വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ട്രംപിന് വരും ചർച്ച വളരെ നിർണായകമാണ്. ആ ചർച്ചയിൽ കൃത്യമായ ഒരു ധാരണയിലേക്ക് ഇല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നതിലേക്ക് കാര്യങ്ങൾ കടന്നിട്ടില്ലെങ്കിൽ അത് വലിയ ഭീഷണി ഉണ്ടാക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പശ്ചിമേഷ്യ നിലവിൽ ശാന്തമാണ്, പക്ഷേ ഏത് ഘട്ടത്തിലും അത് അശാന്തമാകാം എന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇറാൻ വെറുതെ ഇരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാന കാരണം. നേരത്തെ ട്രംപ് വിചാരിച്ചിരുന്നത് ഇതെല്ലാം തനിക്ക് തന്റെ കൺട്രോളിലേക്ക്, തന്റെ വരുതിയിലേക്ക് വരുത്തി അതിനെല്ലാം ഇല്ലാതാക്കി കളയാം എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് ട്രംപ് പല ഘട്ടത്തിലും കാണിച്ചിരുന്നു. പക്ഷേ ആ ഘട്ടം കടന്നുപോയിരിക്കുന്നു എന്നുള്ളതാണ്. ലോകരാജ്യങ്ങളുടെ, പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളുടെ ഇടപെടൽ വളരെ നിർണായകമായിരിക്കുന്ന സാഹചര്യമാണ്. നഷ്ടങ്ങൾ അവർക്കുണ്ടാവുന്നു, അവരുടെ യാത്രയെ ബാധിക്കുന്നു, വ്യോമഗതാഗതം പൂർണ്ണമായി ഇല്ലാതാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. ഇത് ഉണ്ടാക്കുന്ന നഷ്ടങ്ങൾ, ഇത് രാജ്യത്തെ സംബന്ധിച്ച് ബാധിക്കുന്ന കാര്യങ്ങൾ, പലരുടെയും ജോലി നഷ്ടം, ഭക്ഷണം ലഭിക്കുന്നതിലെ ബുദ്ധിമുട്ടുകൾ, അങ്ങനെ കണക്ട് ചെയ്യപ്പെടുന്ന എല്ലാ മേഖലയിലും വലിയ തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുന്നു രാജ്യങ്ങൾ എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ആ സമ്മർദ്ദത്തിൽ നിന്നാണ് ചർച്ചയിലേക്ക് പോലും, ഇറാനുമായി പാകിസ്ഥാനിൽ വെച്ച് നേരിട്ടൊരു ചർച്ചയിലേക്ക് പോലും ട്രംപ് എത്തുന്നത്. ആ ചർച്ചയിൽ പോലും ഒരു തീരുമാനമാകാതിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി ഇതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ലോകരാജ്യങ്ങൾ ഒരു ഒപ്പീനിയനായി പോലും പറയാനുള്ള സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ അമേരിക്കയെ സംബന്ധിച്ച് വൈറ്റ് ഹൌസിനുള്ളിൽ നിന്ന് തന്നെ പല രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ വരുന്നുണ്ട്. പല രീതിയിൽ ഇക്കാര്യത്തിൽ സംസാരത്തിലേക്ക് കടക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇസ്രായേലുമായി ബന്ധപ്പെട്ട്, ബെന്യാമിൻ നെതന്യാഹുവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ മാത്രം ട്രംപ് തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ള കടുത്ത വിമർശനം അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ അതങ്ങനെ തുടർന്നിട്ടുണ്ടെങ്കിൽ ആക്രമണം മാത്രമായിരിക്കും നടക്കുക. അത് ട്രംപിനെ ഉൾപ്പെടെ ഇല്ലെങ്കിൽ അമേരിക്കയെ ഉൾപ്പെടെ ഇവരുടെ സാമ്പത്തികാവസ്ഥയെ ഉൾപ്പെടെ ബാധിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുള്ള ആശങ്കയിലേക്ക് ട്രംപ് എത്തേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും കൃത്യമായൊരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാഹചര്യം. ഈ ആഴ്ച യുദ്ധം നീണ്ടുപോകുന്നത് ലോക സാമ്പത്തിക ക്രമത്തെ തന്നെ ബാധിക്കും. അതുകൊണ്ട് എല്ലാവരും, ലോകം മുഴുവൻ ഒരു വെടിനിർത്തലിനായി, ഒരു സമാധാനത്തിന് വേണ്ടി തന്നെയാണ് കാക്ഷിക്കുന്നത്. അതെപ്പോൾ സാധ്യമാകും എന്നതാണ് അറിയേണ്ടത്. ഏതായാലും ട്രംപിന്റെ ഹോർമുസ് ഉപരോധത്തെ വകവയ്ക്കാതെ ഒരു ചൈനീസ് കപ്പൽ റിസ്റ്റാറി ഹോർമുസ് കടന്നിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വാർത്തയാണ് നമുക്ക് മുന്നിലേക്ക് എത്തിയത്. ധന്യ വിശ്വമാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.